എന്താടാ? ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിത്യ മേനോൻ, മൈ ഫസ്റ്റ് ക്രഷ്. ഹലോ ബേബി ഓയ. ആറാട്ടണനല്ല, നീ ചാഞ്ചാട്ടണനാണ്. ചാഞ്ചാട്ടണോ? പിന്നല്ലാതെ ഏത് നടിമാരെ കണ്ടാലും അങ്ങോട്ടങ്ങ് ചാഞ്ചാടും. അതെ, നിത്യ മേനോൻ എന്റെ ഫസ്റ്റ് ക്രഷ് ആണ്. അത് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ആരാണ്? ഇപ്പൊ പാർവതി തിരുവനന്തപുരത്ത്. പാർവതി തിരുവനന്തപുരത്തല്ലടാ, എറണാകുളത്ത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അപ്പൊ മഞ്ജുപിള്ള മാത്രമേ ക്രഷ് ഉള്ളൂ. എന്റെ മൈൻഡ് മഞ്ജുപിള്ള മാത്രമേ ഉള്ളൂ. ഹായ് ഹായ്. നീ എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഹലോ, അങ്ങോട്ടെന്തിനു പോണത്? അല്ല, ഇവരോട് എനിക്ക് നല്ല ക്രഷ് ഉണ്ട്. അതിൽ അവർ ഇപ്പോഴേ കണ്ടുള്ളൂ. ഇപ്പൊ കണ്ടപ്പോ തോന്നി ക്രഷ് ആണ്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. എന്ത് ചെയ്യാനാ നോക്കിയേ? ഈ കുട്ടീനെ കാണുമ്പോ എനിക്ക് ലാലേട്ടിന്റെ 6-ാം തമ്പുരാനിലെ ഡയലോഗ് നല്ല ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ലാലേട്ടിന്റെ അച്ഛൻ പിടിച്ച് പറയട്ടെ. പറഞ്ഞോക്ക്. ശ്രീത്തം വിളമ്പുന്ന മുഖം. എന്തോന്ന്? ശ്രീ തന്തോന്ന് വിളമ്പണെന്ന്? അതല്ല, മറ്റേ ശ്രീത്തം ഇല്ല, മറ്റേ ശ്രീത്വം വിളമ്പുന്ന അത് വിളമ്പുന്ന മുഖം. ഇങ്ങനെ അജിട്ട കേശവാസവരം. കേശവസോരല്ല, തമ്പാനൂര്. എടാ കേശവാരം. എന്ത് തന്നെയാലും എനിക്ക് കുട്ടിയോട് നല്ല ക്രഷ് ഉണ്ട്. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. ലേഡീസിനെ അങ്ങനെ നമ്മൾ അടുക്കളയിൽ തളർത്താൻ നോക്കരുത്. കാര്യം എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരണം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഞാൻ പറഞ്ഞ ശരിയാണോ? എന്നാ ഒന്ന് കൈതാ. നമസ്കാരവും നമുക്ക് നമ്പർ തരാം. നമ്പർ തരാം. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപ്പൊ ഞാൻ വരട്ടെ. ശരി, 2 ദിവസം എന്നെ കാണില്ല. ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം.